നമ്മുടെ കഥയിലെ നമ്മുടെ സിനിമയിലെ വില്ലൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വൺ ഓഫ് ദ വില്ലൻ മിസ്റ്റർ ശ്രാവൺ. അതെ, നമ്മുടെ നടൻ മുകേഷ് ഏട്ടൻ്റെ മകനാണ്. സരിത ചേച്ചി മകനാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭദ്രനാണ് ഈ പടത്തിൽ വില്ലനാണ്. സോ താങ്ക് അഭിലാഷ് ഏട്ടൻ, വിഷ്ണു ആൻഡ് ദ ക്രൂ. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പടം കണ്ടോ? കണ്ടല്ലേ? ആ ഭദ്രൻ ഞാനാണ്. അപ്പം എല്ലാവരും ഫീഡ്ബാക്ക് വേണം. ഓൺലൈൻ ഇന്റർവ്യൂ അല്ല, മീഡിയ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ചിന്തിക്കും നമ്മളെതിരെ നിൽക്കുന്ന ഒരാൾ എന്ത് ചിന്തിക്കും എന്ന് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോണ്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്ട് കേൾക്കുന്ന സമയത്തും ഇപ്പോൾ ഇങ്ങനൊരു മ്യൂസിക്, അതായത് ഒരു ഹൊറർ സിനിമയിലെ മ്യൂസിക്കിനും ബ്യൂജിയനും ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ അഭിനയം പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ മ്യൂസിക്കും ബ്യൂജിയും. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ കുറച്ച് വ്യത്യസ്തമായ പാട്ടുകൾ ഓൾറെഡി ട്രെൻഡിങ്ങിലാണ്. അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സിനിമയ്ക്ക് ചെയ്യാനായിട്ട്? അഭിലാഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഡൈനാമിക്സ് എപ്പോഴും എനിക്ക് കാണാൻ പാടമാണ്. കടാവർ തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഓരോ സിനിമ ഓരോന്നാണെങ്കിലും അവന്റെ ചിന്താരീതിയും അല്ലെങ്കിൽ അഭിലാഷ് എക്സ്പെക്ട് ചെയ്യുന്ന മ്യൂസിക് എന്താണെന്ന് എനിക്ക് പലപ്പോഴും അറിയാൻ പറ്റാറുണ്ട്. അത് എല്ലാ സിനിമകളും ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുമതി വളവ് എന്നോട് വിഷ്ണുവും അഭിലാഷും കൂടെ നമ്മുടെ ഒരു അഭിലാഷിന്റെ എൻ്റെ ആ സമയത്ത് ജോസഫ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സിനിമ നടക്കുന്നതിനൊക്കെ മുന്നേ എന്നോട് പറഞ്ഞ സബ്ജക്റ്റാണ് 2019. വിഷ്ണുവും അഭിയും കൂടെയാണ് ഞങ്ങൾ ടോണിക്കോ കഫേയിൽ ഇരുന്നിട്ട് ആദ്യമായിട്ട് സുമതി വളവിനെ പറ്റി സംസാരിക്കുന്നത്. ആ സമയത്ത് സുമതി വളവ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഒരു കുഞ്ഞിരാമായണം ഒക്കെ കാണുന്ന പോലെ കേൾക്കുന്ന പോലെയുള്ള വൈബിലുള്ള സിനിമ മാത്രമായിരുന്നു സുമതി വളവ്. പക്ഷെ അത് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന എനിക്ക് പെട്ടെന്ന് വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഇതിൻ്റെ ഒരു ക്യാൻവാസ് മാറിയത്. സുമതി വളവിൻ്റെ അപ്രോച്ചും സ്റ്റൈലും അതിൻ്റെ വ്യാപ്തിയും എല്ലാം മാറിയത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അത് മാളികപ്പുറം കഴിഞ്ഞതും കൂടെ കൊണ്ട് എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം എനിക്കും ഒരു മാസ് BGM കാര്യങ്ങളും കുറച്ച് കൂടുതൽ ഹെവി ആയിട്ടുള്ള മ്യൂസിക്, ബട്ട് ഇൻ ദാറ്റ് ക്വാളിറ്റി. നമ്മൾ ചുമ്മാ അലക്കലല്ല, ആ ഹെവിനെസ്സിൽ ഒരു ക്വാളിറ്റിയും ഡെഫിനേഷനും ഉണ്ടാവണം എന്നാണ് ഞാൻ മ്യൂസിക്കിൽ ആഗ്രഹിക്കാറ്. അത് മാളികപ്പുറത്തിലൊരു പരിധിവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷണം നടത്തിയത് കൊണ്ട് എനിക്ക് ഇറ്റ് വാസ് ലിറ്റിൽ ഈസി ഫോർ മീ സുമതി വളവ് കൺസീവ് ചെയ്യാനായിട്ട്. അതാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അഭിയായിട്ടുള്ള ബോണ്ടിങ് അങ്ങനെ വിഷ്ണു മാളികപ്പുറത്തിൽ അവന് ഏതൊക്കെ സംഗീതമാണ് ഇഷ്ടത്തെ എനിക്ക് പഠിച്ചതാണ് അതിൽ കൂടെ. അതുകൊണ്ട് വിഷ്ണു എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അതിനേക്കാളും ഉപരി ഇവർ രണ്ടുപേരുടെ ഇഷ്ടത്തിനേക്കാളും ഉപരി ഇവർ രണ്ടുപേരും എന്നെ അങ്ങോട്ടൊന്നും ശല്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് സിനിമകളുടെയും ഞാൻ കാണുന്നൊരു പ്രത്യേകത. മാളികപ്പുറത്തിലും രണ്ടുപേരും എന്നെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. സുമതി വളവിലും ഇടയ്ക്ക് വന്ന് കാണുന്നല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്നല്ലാതെ വേറെ എന്നെ ഈ തോക്ക് ചൂണ്ടി നിർത്തിക്കൊണ്ട് പണിയെടുപ്പിച്ചൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് സിനിമയുടെയും മ്യൂസിക് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നെ ആദ്യം വിളിക്കുന്ന ഹൈദരൊക്കെയാണ് ഉച്ചയ്ക്ക്. ഇതിന് മുമ്പ് താങ്കളുണ്ട്. പക്ഷെ എനിക്കിതിൽ ഭയങ്കരമായിട്ട് തോന്നുന്നു. നല്ല രീതിക്ക് നമ്മുടെ ആ സിനിമ നമുക്ക് ഹൊററിലേക്ക് ആണെങ്കിലും ഹൊററാണ്, കോമഡിയിലേക്കാണെങ്കിൽ കോമഡി, ഓരോ ഇതിലും പല രീതിക്കാണ് ഇത്. അതിപ്പോൾ ചോദിച്ച പോലെ തന്നെ അതിൻ്റെ മറുപടിയും കറക്കണം. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള കോംബോ എപ്പോഴും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. ഈ മ്യൂസിക് ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ഏതിലായിരുന്നു? ഇത് ഫ്ലെക്സിബിലിറ്റി കാണിക്കുക എന്നുള്ളതാണ് ഹൈദർക്ക്. അതായത് ഈ പറഞ്ഞ പോലെ എല്ലാ പരിപാടികളും ഈ സിനിമയിൽ മിന്നി മറിഞ്ഞു പോകുന്നു. പക്ഷെ ഈ ചാട്ടം അറിയിക്കാനും പാടില്ല. തമാശയിൽ നിന്നും പെട്ടെന്ന് ജംസ്കെയറിങ് കഴിഞ്ഞു അടുത്ത് അങ്ങനെ തമാശയിലേക്ക് പോയപ്പോഴേക്കും ഒരു ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ട്, അപ്പം ഫാമിലി ഡ്രാമ വന്നു. അതാണ് ഈ സിനിമ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മ്യൂസിക്കലി ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് ചാടി എന്ന് ഫീൽ ചെയ്യിപ്പിക്കാതെ ആ ഫ്ലോയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക. അടുത്ത സീൻ എന്താ, അല്ലെങ്കിൽ അടുത്ത റീലിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ആ ഡൈനാമിക്സ് 95% ആണെങ്കിൽ ഇവിടെ 70-75 ഒതുക്കുക എന്നുള്ളൊരു ഡൈനാമിക്സ് ക്രിയേറ്റ് ചെയ്യലാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഒരു അധ്വാനം. മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ സിനിമയുടെ ഫ്രീക്വൻസി എത്രമാത്രം, ഏറ്റക്കുറച്ചിലുകൾ എത്രമാത്രമാണ് കണ്ടുപിടിച്ച് ചാടിയിട്ടില്ല എന്ന് ഉറപ്പിക്കുക എന്ന് പറയൂലേ. പെട്ടെന്ന് ഒരു ഫൺ മ്യൂസിക് വന്നു, പെട്ടെന്ന് തമാശയിലേക്ക് പോയി, പെട്ടെന്ന് റൊമാൻസിലേക്ക് പോയി എന്ന് ഫീൽ ചെയ്യിപ്പിക്കരുത്. എന്നാൽ ഇവിടേക്കൊക്കെ പോകും വേണം വിത്തിൻ സെക്കൻഡ്സ്. അതാണ് അതിൻ്റെ ഒരു ചലഞ്ചായിട്ട് ഈ സിനിമയിലുള്ള ചലഞ്ച്. അത് കൃത്യമായിട്ട് തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അർജുൻ, ഈ
ഇതിന്റെ എനിക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ സിനിമ എന്റെ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യ തേടി പോകുന്ന ഒരു യാത്രയുണ്ട്. അത് സിനിമയിൽ കണ്ടവർക്കറിയാം. അവിടെയുള്ള നിങ്ങളുടെ കുറെ സംഭവങ്ങളുണ്ട്. അത് ഈ പറഞ്ഞാൽ ഇപ്പൊ ഈ മ്യൂസിക് പോലെ തന്നെ അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. മ്യൂസിക്കിൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിനയത്തിലും ചേഞ്ച് ആവും. അത് എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്തത് ആ സമയത്ത്? എക്സ്പീരിയൻസ് ഏകദേശം അത് ബൈ ദി എൻഡ് ഓഫ് ദ മൂവിയുടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും നല്ല രീതിക്ക് സിങ്കായി. പിന്നെ ഒരു ഐഡിയ കിട്ടി നമുക്ക് എങ്ങനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ ലൈറ്റ്സ് ഒക്കെ നമുക്ക് തുടക്കം വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ അല്ല വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ ചില പരിപാടികൾ ഷൂട്ട് ചെയ്യണപ്പോ നമുക്കുണ്ടാവട്ടെ ഇത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ വിഷ്ണുചേട്ടൻ പറഞ്ഞാ ഞാൻ ഇങ്ങനെ കാണിക്കാനാണ് ഈ പടം എനിക്ക് താല്പര്യം, ഇങ്ങനത്തെ രീതിയിലാണ് ഈ പടം ഞാൻ കൺവേ ചെയ്തേക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളും അങ്ങനെ കാണാൻ തുടങ്ങി പടം. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഡെലിവർ ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പൊ ഈ ആ സീക്വൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പീക്ക് പോണ ഒരു മൊമെന്റ് ആണ് എല്ലാവരുടെയും. കാരണം നമ്മളല്ലാതാകുന്ന ഒരു മൊമെന്റ് ആണ്. എന്തൊക്കെയാണ് ചെയ്ത് പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഔട്ട് കൊടുക്കുക, പിന്നെയുള്ള വിഷമം പുറത്തടിക്കുക. പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അടുത്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി പുറത്തുവരല്ല. അപ്പൊ ഇതൊക്കെ ലൈഫിൽ ഉണ്ടായ പരിപാടികളുണ്ട്, എല്ലാം കൂടി ചേർത്ത് ചില പുള്ളിയൊക്കെ വിളിച്ച് അപ്പൊ അതിലൊക്കെ ഇഷ്ടം പറയുന്നുണ്ട്. പിന്നെ ബാലിച്ചേട്ടന്റെ സിദ്ധിന്റെ കൂടെ അഭിനയിക്കണം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അഴിഞ്ഞാടി മതിയല്ല. അല്ല അഴിഞ്ഞാട്ടൊന്നും അറിയില്ല. എന്നാലും ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിന് അത്യാവശ്യം അറിയാമായിരുന്നു അതിന്റെ രീതി. അവിടെയാണ് എനിക്ക് ഏറ്റവും നിങ്ങളുടെ കാസറ്റ് കടയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിലൊക്കെ വേറിട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു അതാണ് ഞാൻ എടുത്തു ചോദിക്കാനുള്ള ഒരു സംഭവം. അവിടെ പല ഡയലോഗുകൾ വരുന്നുണ്ട് അല്ലെ, പല ഡയലോഗുകളും പല എക്സ്പ്രഷൻ വരുന്നു. അതില് സിദ്ധുവിന്റെ കുറെ ഡയലോഗുകൾ വരുന്നു. അങ്ങനെ നിങ്ങൾ ആ ഗ്യാങ് ഉണ്ടല്ലോ, അപ്പഴാണെങ്കിൽ വലിയ ബ്രേക്ക് ഡാൻസ്. ശരിക്കും അത് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. വിഷ്ണു നമ്മുടെ ഒന്ന് പറയായിരുന്നു, നിങ്ങൾ മറ്റേ ഇത് അഴിച്ചു വിട്ടേക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറഞ്ഞാൽ മറ്റേ പ്രേതത്തിന് നിങ്ങൾക്ക് പേടിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ശിവന്റെ ഒരു ഡാൻസ് വരെ ഉണ്ട് അവിടെ. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു. നമ്മള് അതിനു മുമ്പും പല സിനിമയില് പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ അതെല്ലാം നമ്മൾ ചോദിച്ചതിന് മുമ്പല്ലേ വേറെ എക്സ്പീരിയൻസ് കിട്ടിയിരിക്കണം. അതൊന്നല്ല ഈ സീനില് നിങ്ങൾ മറ്റും എല്ലാം പൊട്ടിച്ച് ഒന്നും പേടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ജയിച്ചാണ്, അഴിഞ്ഞടിച്ചാണ്. ചെമ്പച്ചേട്ടൻ ധൈര്യം കിട്ടും. വീണ്ടും വീണ്ടും താങ്കൾ സിനിമയില് വലിയ വലിയ റോളുകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ താങ്കളെ പ്രതീക്ഷിച്ച ഒരാളായിട്ടല്ല കാണാൻ പറ്റുന്നത്. വളരെ വേറെ രീതിക്കൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ പ്രേക്ഷകർ കണ്ടിട്ട് അവരാണ് ആ പ്രതീക്ഷ രീതിയിലേക്ക് അപ്പുറത്തേക്ക് താങ്കൾ തന്നിട്ടുണ്ട് ഈ സിനിമ. താങ്ക് യു. തന്നിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. തന്നിട്ടുണ്ടെന്നാണ് ഒരുപാട് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണിക്ക് ശേഷം ചെയ്ത സിനിമയാണ്. ഞാൻ പണി കഴിഞ്ഞ് തിരിച്ച് UK പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും മുരളിച്ചേട്ടനും അഭിലാഷും വിഷ്ണുവോട് വന്നിത് പറയുന്നതും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചത് വേറൊരു ഗുരുകുലമായിരുന്നു. ഞാൻ ജോജി ജോർജിൻ്റെ കൂടെ പണിയെന്ന പടത്തിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്ത് അത് കണ്ട സിനിമ എടുക്കുന്ന രീതി പാറ്റേൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എല്ലാ സിനിമകളും വ്യത്യാസമുണ്ട്. ഞാൻ അതുപോലെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. ശങ്കർ സാറ്, വിഷ്ണു, അഭിലാഷ് കഥയിൽ തന്ന സ്വാതന്ത്ര്യം, പിന്നെ ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് അർജുൻ, ബാലു, സിദ്ധു, ഞങ്ങൾക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ഞങ്ങളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ് സുമതി. അതുപോലെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. നൈറ്റ് ഷൂട്ടുകളും കാടിനകത്തുള്ള ഷൂട്ടുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം സിനിമയിൽ വിഷ്വലി നല്ല നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. അതെല്ലാം ഇദ്ദേഹം ഒപ്പിയ നല്ല ഫ്രെയിംസുകൾ ഭയങ്കര രസമായിട്ട്. കാരണം നൈറ്റ് ഷൂട്ടുകൾ സിനിമയിൽ ഫുൾ ത്രൂ ഔട്ട് നൈറ്റാണ് മജോറിറ്റി ഈ സുമതി വളവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം അതിനെ സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഫസ്റ്റ് ഓഫ് ഓൾ ശങ്കർ സാറിന് ഗ്രേറ്റ് താങ്ക്സ്. നന്നായിട്ട് അദ്ദേഹം അത് ചെയ്തു. അതുപോലെ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സിനോടും അതിഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
എനിവേ താങ്ക് യു സോ മച്ച്. ചോദിച്ചേട്ടാ, പണി ഇവിടെ ആ പണി 2 അനൗൺസ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അത് പണിയിലെ ഗംഭീര കഥാപാത്രമായിരുന്നു. ആളുകൾ ഇപ്പോഴും റീൽസിലൂടെ ഒക്കെ കാണുന്നുണ്ട്. പണി 2 വരുമ്പോൾ അതുപോലത്തെ ഗംഭീര കഥാപാത്രം നിങ്ങൾ പ്രതീക്ഷിക്കാം? പ്രതീക്ഷിക്കുന്നതിന് കുഴപ്പമില്ല, ഞാനും അത് തന്നെ പ്രതീക്ഷിക്കുന്നത്. ജോജു വിളിക്കണം. വിളിച്ചില്ലേ? അല്ല, അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം വേറെ സിനിമയുടെ ഷൂട്ടിങ്ങും തിരക്കും ഒക്കെ ആയിട്ട്. പണി 2 അടുത്ത വർഷത്തേക്ക് എന്നാണ് ജോജു പറഞ്ഞിരിക്കുന്നത്. ഞാനതിലുണ്ടോന്നോ എൻ്റെ ക്യാരക്ടർ ഒന്നും ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കഥയുടെ ത്രെഡും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായൊരു സബ്ജക്റ്റിലായിരിക്കും. അർജുനേട്ടാ, പറഞ്ഞത് വെച്ചിട്ട് എല്ലാത്ത അർജുനേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസേഷൻ. അപ്പം ഈ കഥ കേൾക്കുമ്പോൾ ഒരു ഹൊററാണ്, ഒരേ സമയം കോമഡിയാണ്. അപ്പൊ ആ കഥാപാത്രം അവസാനം വരെ എന്താ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന നായകനെ പോലെ ആദ്യം ഒരു പെരുത്തമ്പരാണെങ്കിൽ പിന്നെ അവസാനം ധൈര്യം അങ്ങനെ ഒരു കഥാപാത്രമല്ല. എങ്ങനെയാണോ അതിന്റെ അവസാനം വരെ അങ്ങനെ ഒരു ലെവലിൽ തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത്. അതാണോ ഈ ക്യാരക്ടറിലേക്ക് കുട്ടികളുടെ റീസൺ? കുക്ക് ചെയ്യാൻ മേജർ റീസൺ ഒന്നാമത് സുമതി വളവ് എന്നുള്ള വളവിന്റെ പരിപാടികളും, പിന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മൾ ഒരു ഇല്ലാത്തൊരു ഗ്രാമത്തിൽ ക്രിയേറ്റ് ചെയ്തതാണ് കല്ലേരി എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രാമത്തിലെ ആൾക്കാർ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഇരുട്ടിയാൽ പിന്നെ പുറത്തിറങ്ങൂല. എല്ലാവർക്കും ആ നാട്ടിൽ പേടിയാണ്. അത്രയും പേടിയുള്ള നാട്ടിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിപാടികൾ വന്നപ്പോഴും പിന്നെ ടൈപ്പ് ഓഫ് പേടിപ്പിക്കല്, പുതിയ പരിപാടികൾ എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ യക്ഷീനെ പറയാൻ പറ്റും. നമ്മൾ യക്ഷീനായിട്ട് കാണിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് കേട്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി. പിന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞു, ഡിസ്കഷന്റെ ഇടയിലൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നതോറും നമുക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു പേടിത്തൂറൻ ക്യാരക്ടർ ജീവിതത്തിൽ കുറച്ച് പേടിയുണ്ടെങ്കിലും സിനിമയില് കുറച്ച് കൂടുതൽ അഭിനയിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റു കഥാപാത്രങ്ങളെ ഗംഭീരമാണ്. എങ്കിലും എനിക്ക് ശിവതയുടെ അടുത്ത് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായി ചെയ്തു. ശിവതയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്ന ഗംഭീരമായിട്ട് ചെയ്തു. എനിക്കതിനകത്ത് ഏറ്റവും ഒരു സീൻ, എനിക്ക് സീൻ പറയാൻ പറ്റില്ല. വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് അത് ക്യാമറാമാൻ്റെ ഒരു കഴിവും ആ ഒരു കാലിന്റെ ഒരു എക്സ്പ്രഷനും അത് ഒപ്പിയെടുത്തത് ഗംഭീരമായിട്ട് പ്രപ്പോസ് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശിവതയുടെ ബാക്കി എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അല്ലാതെ അതൊരു എത്രമാത്രം റിസ്ക് ഉണ്ടായിരുന്നു ആ ഒരു വേഷം. എന്റെ അടുത്ത് അഭി ആദ്യമായിട്ട് കഥ പറയുമ്പോഴും ശരി, ഈ ഒരു ഇന്റർവെലിന്റെ പോർഷൻ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സീക്വൻസ് ആണ് പറഞ്ഞത്, വിഷ്ണു പറഞ്ഞപ്പോഴും ശരി. അപ്പം അവരത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നൊരു വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചത്. അത് കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതിലപ്പുറം ശങ്കർ സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും കേട്ടോ, എല്ലാവരും കൂടെ ചെയ്ത്. കാരണം എന്നെ എടുത്ത് പൊക്കിയൊക്കെ വാനിൻ്റെ ഉള്ളിലേക്ക് കേട്ടേണ്ടി വന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര, പ്രത്യേകിച്ചും കുറച്ച് സീക്വൻസ് ഉണ്ടല്ലോ അതിനകത്ത്, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ആ സമയത്തൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ മേ ബി ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കാരണമായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സാധിച്ചത്. അത് ശിവദേവാസീൻ ഷൂട്ട് ഞങ്ങൾ മറയൂരാണ്. മറയൂർ ഷൂട്ട് ചെയ്യുമ്പം അത് ശരിക്കും അങ്ങോട്ട് ആളുകൾക്ക് അധികം പോകാൻ പറ്റുന്നത്, വണ്ടികളൊന്നും പോകാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കുള്ള വഴി വെട്ടിയിട്ടാണ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ചെന്നൈയിൽ നിന്ന് ഫൈറ്റ് മാസ്റ്ററിൻ്റെ ഒപ്പം ശിവതയ്ക്ക് ഡ്യൂപ്പ് ചെയ്യാൻ വേണ്ടി വന്ന അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ലേഡി. പക്ഷെ ആ ലൊക്കേഷൻ കണ്ട് ആ സീക്വൻസിൻ്റെ കുറച്ച് അപകടം പിടിച്ചൊരു സീക്വൻസ് ആണ്. അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയപ്പം ആ ഷൂട്ടിങ് മുടങ്ങും എന്നൊരവസ്ഥയിൽ സാരമില്ലത് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആളാണ് ശിവത. അപ്പോൾ തീർച്ചയായിട്ടും ശിവതയ്ക്ക് ഒരു വലിയ കയ്യടി ആ തിയേറ്ററിൽ കിട്ടി. ആ തിയേറ്ററിലും ഇന്ന് രാവിലെ ആയിട്ടുള്ള ഷോസിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതിലൊക്കെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പടത്തിൽ എല്ലാ നായികമാരും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു ഫിസിക്കൽ ചലഞ്ചും കൂടെ എടുത്തത് ശിവതയാണ്. സോ താങ്ക് യു ശിവത ഫോർ ദിസ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഇത്ര നേരം എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും വളരെയധികമുള്ള സഹകരണം രാവിലെ മുതൽ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങൾ മുതൽ സിറ്റിയിലെ വരെ എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ സുമതി വളവ് മഞ്ഞ കളറിലേക്ക് മാറി ഫാസ്റ്റ് ഫില്ലിലേക്കും അതുപോലെ തന്നെ ഹൗസ്ഫുൾ ഷോകളിലേക്കും
നിറഞ്ഞു ഒഴുകുന്ന കാഴ്ചയാണ്. നേരത്തെ നമ്മൾ ഓരോരുത്തരും സൂചിപ്പിച്ചതുപോലെ സിനിമയെ വിജയിപ്പിക്കാൻ യഥാർത്ഥ പ്രേക്ഷകർ, യഥാർത്ഥ ഫാമിലി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മുടെ ടീമും ഇനി തിയേറ്ററുകളിലേക്ക് അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. ആ യാത്രയിലും ആ ഉദ്യമത്തിലും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഈ സിനിമ തുടങ്ങിയത് മുതൽ ഈ ടീമിനോടൊപ്പം. സോ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരും കൂടെ കാണുന്നു. ഒരു കാര്യമില്ല, കാരണം ഈ നിങ്ങളെല്ലാം മുഖം നമ്മൾ മിക്ക ദിവസം കാണുന്നതാണ്. നിങ്ങളെ എല്ലാ സിനിമകളും നമ്മളോട് നിൽക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കറിയാം എല്ലാ സിനിമയും സപ്പോർട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വളരെ റിക്വസ്റ്റായിട്ട് പറയുകയാണ്, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. കാരണം തീർച്ചയായിട്ടും ഇത് ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും റിവ്യൂസ് കണ്ടുവരുന്ന ആളുകളല്ല. അവർ എപ്പോഴും മൗത്ത് പബ്ലിസിറ്റിയിലാണ് സിനിമ അറിയുന്നത്. അപ്പോൾ ഒരു പരിധി വരെ അതിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കൂടെ നിൽക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും പോകുന്ന തിയേറ്റർ വിസിറ്റുകളൊക്കെ തന്നെ ഞങ്ങളൊപ്പം നിങ്ങൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ എവിടെയൊക്കെ പോകുന്നുള്ളതൊക്കെ ഞങ്ങളുടെ PR ടീംസ് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യും. ഓക്കെ. കാരണം അഭിലാഷിന്റെ ഒരു അഭിമുഖത്തെ കുറച്ച് നാൾ ബാക്കിൽ നിന്ന് കാണാൻ നായികയെ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. നായികയുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കൃത്യമായി കൊണ്ടുവന്നു. അതായത് കുറച്ച് നാളെ ഫീൽഡിൽ ഇല്ലാത്തവരെ മുമ്പിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം നമ്മൾ സിനിമ എന്ന് പറയുന്നത് പുതുമകൾ വരുമ്പോൾ പഴമയെ മറക്കുന്ന ഒരു ശീലം സിനിമയ്ക്കുണ്ട്. പല സിനിമ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ശരിക്കും കഴിഞ്ഞ നാൾ അമ്മയൊക്കെ ഉണ്ടായ ഒരു ഇഷ്യൂസ്, അതായത് പല ആർട്ടിസ്റ്റുകൾക്കും അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നില്ല, അവരെ സൈഡായി പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ചേട്ടൻ സ്ക്രിപ്റ്റുകൾ ഇതുപോലെ വരാത്ത പഴയ ആളുകളെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ടോ? അങ്ങനെയല്ല, നമ്മൾ ഒരു കഥ എഴുതിയതിനു ശേഷം ആ കഥാപാത്രത്തിന് ആപ്റ്റ് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രതി സംഗീത ചേച്ചി കുറേ നാളിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഇതിൽ ഈ പറയുന്ന ആർട്ടിസ്റ്റ് പേര് പറയുന്നില്ല, അവരെഴുതുന്നു. അതേപോലെ പുതിയ ആളുകളെയും ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഈ സിനിമയിൽ തന്നെ ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിൽ എല്ലാവരും ചോദിച്ചെങ്കിലും എടുത്ത് പറയാതെ പോയൊരു പേരുണ്ട്, ശിവ ഹൈദരാബാദ് വളവിലൊക്കെ പോയി കാണിച്ചത്. അപ്പോൾ ശിവ, അതുപോലെ ജസ്നിയ, സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് അറിയാവുന്ന ജസ്നിയ ഈ പടത്തിലൊരു എനിക്ക് അറിയാം ആ സീക്വൻസ് തന്നെ പടത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസ് ആണ്. അപ്പോൾ പുതിയ ആളുകളെയും ഇതേപോലെ നമ്മൾ കാണാൻ ഫൈസി എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നിങ്ങളെ ചാനലുകാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ട്രാഫിക് എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സ് റീക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനും വിഷ്ണുവും ആ പയ്യനെ ഈ സിനിമയിലേക്ക് വെച്ചതും. അതൊരു മെയിൻ സീക്വൻസ് ആണ് സിനിമയുടെ. അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കും. അതേപോലെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മളോടൊപ്പം ലൈവായിട്ട് സിനിമയിലില്ലാത്ത നമ്മൾ ആഗ്രഹിച്ച നമ്മൾ കണ്ട് നമ്മളിവിടെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കഥയിൽ എവിടെയെങ്കിലും ഒരു കഥാപാത്രം എഴുതാൻ ഞാൻ എൻ്റെ എല്ലാ കഥകളും ഞാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള സിനിമകളിലും തീർച്ചയായിട്ടും കാണും. ശരി, താങ്ക് യു ഓൾ ദ മീഡിയ. കഴിഞ്ഞ വർഷം ഈ സമയമായിരുന്നു ശ്രീപദിന് ദേശീയ അവാർഡ് അനൗൺസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ഈ സമയം എന്താ ദേശീയ അവാർഡിനുള്ള സമയമാണ്. ദേശീയ അവാർഡ് കിട്ടുന്നവർക്കും എല്ലാവർക്കും സുമതിയുള്ളത് ടീമിന്റെ പേരിൽ ഞങ്ങൾ ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളോടൊപ്പം സഹകരിച്ചത്.